അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ദുൽഹിജ്ജ മാസത്തിനൊക്കെ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് എന്ന് നമുക്കറിയാം. ദുൽഹിജ്ജയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബലിപെരുന്നാളും അറഫ ദിവസവുമൊക്കെ. വിശുദ്ധമായിരിക്കുന്ന ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 9 ദിവസങ്ങൾ നോമ്പ് അനുഷ്ഠിച്ചാലുള്ളതായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട നേട്ടങ്ങൾ, ആ നേട്ടങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും എന്തൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിലൂടെ നാം പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അള്ളാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കേൾക്കുകയും ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള ദിവസത്തിലെ നോമ്പിന്റെ ശ്രേഷ്ഠതകൾ നാം മനസ്സിലാക്കുകയും ചെയ്യുക. നോമ്പ് അനുഷ്ഠിക്കാൻ കഴിയുന്ന ആരോഗ്യമുള്ള ആളുകളൊക്കെ ഈ ശ്രേഷ്ഠത മനസ്സിലാക്കി നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറഞ്ഞു, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അന്നഹു ഖാല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൽ യൗമുൽ ലദി ഗഫറല്ലാഹു ഫീഹി ലി ആദമ അലൈഹിസ്സലാം, ദുൽഹിജ്ജ 1-ാമത്തെ ദിവസം അല്ലാഹു സുബ്ഹാനഹു തആല ആദം നബി അലൈഹിസ്സലാമിന് പുറത്തു കൊടുത്ത ദിവസമാണ്. അവ്വലു യൗമിൻ മിൻ ദുൽഹിജ്ജ, ദുൽഹിജ്ജയിൽ നിന്നുള്ള 1-ാമത്തെ ദിവസമാണ്. എന്നിട്ട് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരുന്നു, മൻ സ്വാമ ഫീ ദാലിക്കൽ യൗമി, ആ ദിവസത്തിൽ ആരെങ്കിലും ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ ഗഫറല്ലാഹു ലഹു കുല്ല ദംബിൻ, അല്ലാഹു തആല അവന്റെ മുഴുവൻ ദോഷങ്ങളും അല്ലാഹു തആല പുറത്തു കൊടുക്കുമെന്നാണ്. വൽ യൗമു സാനി, ദുൽഹിജ്ജയിലെ 2-ാമത്തെ ദിവസം, ഇസ്തജാബല്ലാഹു ദഅഉ യൂനുസ് അലൈഹിസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ അല്ലാഹു തആല സ്വീകരിച്ച ദിവസമാണ്. നമുക്കറിയാം, യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ദിക്ർ ധാരാളമായി ചൊല്ലുകയും ആ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിച്ച ദിവസമാണ് ദുൽഹിജ്ജ 2-ന്റെ ദിവസം. ഫഅഖറജഹു മിൻ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് യൂനുസ് നബി അലൈഹിസ്സലാം രക്ഷപ്പെട്ട പുറത്തു വന്ന ദിവസവും കൂടിയാണ് ദുൽഹിജ്ജ 2-ന്റെ ദിവസം. മൻ സ്വാമ ദാലിക്കൽ യൗമി, ആ ദിവസം ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ കാന കമൻ അബ്ദുല്ലാഹി തആല സനത്തുൻ, അവൻ അല്ലാഹുവിലേക്ക് 1 വർഷം ഇബാദത്ത് ചെയ്ത അടിമയെ പോലെയാണ്. മാത്രവുമല്ല ലം യഅസില്ലാഹു ഫീ ഇബാദതിഹി ത്വറഫത ഐൻ, കൺപോള ചിമ്മി തുറക്കൽ കൊണ്ട് പോലും അല്ലാഹുവിലേക്ക് എതിര് ചെയ്യാത്ത, തെറ്റ് ചെയ്യാത്ത അടിമകൾ, ആ അടിമകൾ 1 വർഷം അല്ലാഹുവിലേക്ക് ഇബാദത്ത് ചെയ്തതുപോലത്തെ പ്രതിഫലം അവനിക്ക് ദുൽഹിജ്ജ 2-ന് നോമ്പനുഷ്ഠിച്ചവനിക്ക് ലഭിക്കുന്നു. മാഷാ അല്ലാഹ്, എത്ര വലിയ പ്രതിഫലമാണല്ലേ. നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇനി ദുൽഹിജ്ജ 3-ാമത്തെ ദിവസം, അല്ലദീ ഇസ്തജാബല്ലാഹു ഫീ ദഅഉ സക്കരിയ അലൈഹിസ്സലാം, സക്കരിയ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉത്തരം നൽകിയ ദിവസമാണ് ദുൽഹിജ്ജ 3. മൻ സ്വാമ ദാലിക്കൽ യൗമി, ആ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ ഇസ്തജാബല്ലാഹു ദുആഅഹു, അല്ലാഹു തആല അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. അപ്പോൾ ദുൽഹിജ്ജ 3-ന് നാം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്താൽ നമ്മുടെ പ്രാർത്ഥന അല്ലാഹു തആല സ്വീകരിക്കും. അല്ലാഹു തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും. വൽ യൗമുർ റാബിഉ, ദുൽഹിജ്ജ 4-ന്, അല്ലദീ വുലിദ ഫീഹി ഈസാ അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ട ദിവസമാണത്. മൻ സ്വാമ ദാലിക്കൽ യൗമി, ആ ദിവസം ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ നഖല്ലാഹു അൻഹുൽ ബഅസ് വൽ ഫിക്ർ, ദാരിദ്ര്യത്തിനെ തൊട്ടും ദുരിതത്തിനെ തൊട്ടും അല്ലാഹു തആല അവനെ കാക്കുന്നതാണ്. വകാന
യൗമുൽ ഖിയാമത്തി മഅസ്സഫറത്തിൽ ബററത്തിൽ കിറാം, ബഹുമാന്യരായിരിക്കുന്ന അള്ളാഹുവിന്റെ അടിമകളോടുകൂടെ ഖിയാമത്ത് നാളിൽ അവന് യാത്രയാക്കപ്പെടുന്നതാണ്. ഇത്രയും വലിയ പ്രതിഫലം ദുൽഹിജ്ജ 4 നോമ്പ് അനുഷ്ഠിച്ചവർക്ക് ലഭിക്കും. ഒരു യൗമുൽ ഖാമിസ്, ദുൽഹിജ്ജ 5 ദിവസം, അൽ യൗമുല്ലദീ വുലിദ ഫീഹി മൂസ അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം പ്രസവിക്കപ്പെട്ട ദിവസമാണ് ദുൽഹിജ്ജ 5. മൻ സ്വാമ ദാലിക്കൽ യൗമി ബുരിഅ മിനൻ നിഫാഖി ഔ മിൻ അദാബിൽ ഖബ്ർ. ദുൽഹിജ്ജ 5 നോമ്പ് അനുഷ്ഠിച്ചാൽ അല്ലാഹു തആല അവന് കാപ്പട്യത്തിൽ നിന്ന് രക്ഷ നൽകും. അതുപോലെ തന്നെ ഖബറിലെ ശിക്ഷയിൽ നിന്ന്, ഖബറിലെ അദാബിൽ നിന്ന് അവനക്ക് രക്ഷ നൽകും. വൽ യൗമു സാദിസ്, ദുൽഹിജ്ജ 6 ദിവസം, അല്ലദീ ഫതഹ അല്ലാഹു തആല ലിനബിയി ഫീ ഖൈർ, അല്ലാഹു തആല നമ്മുടെ നബിക്ക് വലിയ ഒരു ഫതഹ് നൽകിയ ദിവസമാണത്. ദുൽഹിജ്ജ 6 ദിവസം. മൻ സ്വാമഹു, ആ ദിവസം ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചാൽ യൻദുറുല്ലാഹി ഇലൈഹി ബിർറഹ്മ, അല്ലാഹു അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കും. അങ്ങനെ ആ റഹ്മത്തിന്റെ നോട്ടം അവനിക്ക് ലഭിച്ചാൽ ഫലാ യുഅദ്ദിബ ബഅദഹു അബദാ, അതിനുശേഷം അവന് ഒരു കാലത്തും അല്ലാഹു തആല ശിക്ഷിക്കൂല. ഇത്രയും വലിയ പ്രതിഫലമുണ്ട് ദുൽഹിജ്ജ 6 നോമ്പ് അനുഷ്ഠിച്ചാൽ. വൽ യൗമു സാബിഅ, ദുൽഹിജ്ജ 7 ദിവസം, അൽ യൗമുല്ലദീ യുഅലഖു ഫീഹി അബ്വാബു ജഹന്നം, നരകത്തിന്റെ എല്ലാ വാതിലുകളും അടക്കപ്പെടുന്ന ദിവസമാണത്. വലാ യുഫ്തഹു ഹത്താ തംളി അയ്യാമുൽ അശ്ർ, അയ്യാമുൽ അശ്റിന്റെ ദിവസം കഴിഞ്ഞിട്ടല്ലാതെ, അതിന്റെ അവസാനമല്ലാതെ ആ നരകത്തിന്റെ വാതിലുകൾ പിന്നെ തുറക്കപ്പെടൂല. ആ ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ പ്രയാസത്തിന്റെ, ബുദ്ധിമുട്ടിന്റെ 30 വാതിലുകൾ അല്ലാഹു തആല അവനെ തൊട്ട് അടക്കപ്പെടും. മാത്രവുമല്ല വഫതഹ ലഹു 30 ബാബൻ മിനൽ യുസ്ർ, എളുപ്പത്തിന്റെ, ഐശ്വര്യത്തിന്റെ 30 വാതിലുകൾ അല്ലാഹു തആല അവനക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യും. വൽ യൗമു സാമിൻ, ദുൽഹിജ്ജ 8 ദിവസം, അൽ യൗമുല്ലദീ യുസമ്മാ യൗമുത് തർവിയ, യൗമുത് തർവിയ എന്ന് വിളിക്കപ്പെടുന്ന ദിവസമാണ് ദുൽഹിജ്ജ 8 ദിവസം. മൻ സ്വാമഹു, ആ ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ അഅ്താ മിനൽ അജ്രി മാ ലാ യഅലമുഹു ഇല്ലല്ലാഹു തആല, ആ ദിവസം നൽകുന്ന നോമ്പിന്റെ പ്രതിഫലം അത് അല്ലാഹുവിനക്ക് മാത്രമേ അറിയുകയുള്ളൂ. അത്രയും വലിയ പ്രതിഫലം ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നവനക്ക് അല്ലാഹു തആല നൽകും. വൽ യൗമു താസിഅ, 9 ദിവസം, യൗമുല്ലദീ ഹുവ യൗമുൽ അറഫ, അത് അറഫ ദിവസമാണ്. മൻ സ്വാമഹു, ആ ദിവസം ഒരാൾ നോമ്പ് അനുഷ്ഠിച്ചാൽ കാന കഫാറത്തുൽ ലിസനത്തിൽ മാദിയ വസനത്തുൽ മുസ്തഖ്ബില, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷവും വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷവും പൊറുക്കപ്പെടാൻ അത് കാരണമാകുന്നതാണ്. അത്രയും വലിയ പ്രതിഫലമുണ്ട്. ദുൽഹിജ്ജ 9 നോമ്പിനിക്ക് നഷ്ടപ്പെടുത്താതിരിക്കുക. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. മാത്രവുമല്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് വീണ്ടും പറയുന്നു, വൽ യൗമുല്ലദീ ഉൻസില ഫീഹി, ആ ദിവസത്തിലാണ് അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി എന്ന് തുടങ്ങുന്ന ആ ആയത്ത് ഇറങ്ങിയത്. വൽ യൗമുൽ അശ്ർ, ദുൽഹിജ്ജ 10, വഹു യൗമുൽ അദ്ഹ, അത് ഉളഹിയത്തിന്റെ ദിവസമാണ്. മൻ ഖറബ ഖുർബാനൻ ഫീഹി, ആരെങ്കിലും ആ ദിവസം ബലി അറുത്താൽ ബിഅവ്വലി ഖത്റത്തിൻ മിൻ ദമിഇ ഗഫറല്ലാഹു ലഹു ദുനൂബഹു വദുനൂബ ഇയാലിഹി, ആ ബലി അറുക്കുന്ന മൃഗത്തിൽ നിന്നുള്ളതായിരിക്കുന്ന ആദ്യത്തെ രക്തത്തുള്ളി തന്നെ ഭൂമിയിലേക്ക് ഉറ്റി വീഴുന്ന സമയത്ത് അവന്റെ ദോഷവും അവന്റെ കുടുംബത്തിന്റെ ദോഷവും അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. വമൻ അത്അമ ഫീഹി, ആ പെരുന്നാൾ ദിവസം ഒരു മുഅ്മിനിക്ക് ഭക്ഷണം നൽകിയാൽ, ഔ തസദ്ദഖ ഫീഹി, അല്ലെ ആ പെരുന്നാൾ ദിവസം ഒരാൾ ആ മുഅ്മിനിക്ക് ഒരു സ്വതക്ക നൽകി, ബി സ്വതഖത്തിന്, ഒരു സ്വതക്ക കൊണ്ട് ഒരു സ്വതക്ക നൽകിയാൽ
ബഅസല്ലാഹു തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അവനെ യാത്രയാക്കുന്നത് ആമിനൻ, നിർഭയനായിട്ടാണ്, ഒരു പ്രയാസവുമില്ലാതെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ നിർഭയനായിക്കൊണ്ട് ഒരു പേടിയുമില്ലാതെ അവനെ യാത്രയാക്കുന്നു. വയകൂനു മീസാനുഹു, അവന്റെ മീസാനിൽ ഖനം തൂങ്ങും, അവന്റെ മീസാൻ അല്ലാഹു തആല ആക്കും അസ്ഖല മിൻ ജബലി ഉഹദ്, ഉഹദ് പർവ്വതത്തിനേക്കാൾ വലിയ തൂക്കമുള്ളതായിരിക്കുന്ന ഒന്നാക്കിയിട്ട് അവന്റെ മീസാനിനെ അല്ലാഹു തആല മാറ്റുകയും ചെയ്യും. പെരുന്നാൾ ദിവസം ഉളഹിയ്യത്ത് അറുത്താല്, അതുപോലെ തന്നെ പെരുന്നാൾ ദിവസം മുഅ്മിനായ ഒരു മനുഷ്യനിക്ക് ഭക്ഷണം നൽകിയാൽ, പെരുന്നാൾ ദിവസം ഒരാൾക്ക് സ്വതക്ക നൽകിയാലുള്ള വലിയ പ്രതിഫലമാണ് ഈ പറഞ്ഞത്. ചെയ്യാൻ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഈ ദുൽഹിജ്ജ 9 ദിവസത്തെ നോമ്പിന്റെ ശ്രേഷ്ഠതയും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിന്റെ മഹത്വവുമാണ് നാം ഈ വീഡിയോയിലൂടെ കേട്ടത്. നമ്മുടെ ജീവിതത്തിൽ ഈ 9 ദിവസം നോമ്പനുഷ്ഠിക്കാനും അതുപോലെ തന്നെ പെരുന്നാൾ ദിവസത്തിന് അർഹിക്കുന്ന പ്രാധാന്യം നൽകി സ്വീകരിക്കാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വീഡിയോ കുറച്ച് വലുതാണെങ്കിലും എല്ലാവരിലേക്കും നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കണം. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.